ആസ്ക് ഡോക്ടർ മിംസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കിഡ്നി സ്റ്റോൺ വരാനുള്ള കാരണങ്ങളെയും അതിന്റെ പരിഹാരങ്ങളെയും കുറിച്ചാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. ജീവിതശൈലിയിലുണ്ടായ മാറ്റമാണ് ഇതിന്റെ പ്രധാന കാരണം. ഏതു പ്രായക്കാരിലും കല്ലുകളുണ്ടാവും. എങ്കിലും 40-ന് മുകളിലുള്ളവരിലാണ് സാധ്യത കൂടുതൽ. പുരുഷന്മാരിലാണ് കിഡ്നി സ്റ്റോൺ അധികവും കണ്ടുവരുന്നത്. വൃക്ക, മൂത്രവാഹിനി, മൂത്രസഞ്ചി എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഖരരൂപത്തിലുള്ള പദാർത്ഥങ്ങളാണ് വൃക്കയിലെ കല്ലുകൾ. മൂത്രത്തിലടങ്ങിയ കാൽസ്യം, ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ് തുടങ്ങിയ ലവണങ്ങൾ ക്രിസ്റ്റലുകളായി അടിഞ്ഞാണ് കല്ലുകൾ ഉണ്ടാവുന്നത്. ഇവ ഏത് വലിപ്പത്തിലും രൂപത്തിലും ഉണ്ടാവാം. ഉരുണ്ടതും നീണ്ടതും മിനുസമുള്ളതുമായ കല്ലുകൾ സാധാരണ രീതിയിൽ മൂത്രത്തിലൂടെ പുറന്തള്ളും. ഇവയ്ക്ക് വേദന കുറവായിരിക്കും. കൂർത്തതും മിനുസമില്ലാത്തതുമായ കല്ലുകൾ തനിയെ പുറത്തു പോകാൻ സാധ്യത കുറവാണ്. ഇവയാണ് പലപ്പോഴും വേദനയുണ്ടാക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവരിലും അമിതമായി വിയർക്കുന്നവരിലും ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്നവരിലും രോഗസാധ്യത കൂടും. പ്രോട്ടീൻ, സോഡിയം, പഞ്ചസാര എന്നിവയടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നതും വൃക്കയിൽ കല്ലുണ്ടാക്കും. കുടുംബത്തിൽ ആർക്കെങ്കിലും കല്ലുണ്ടെങ്കിൽ അടുത്ത തലമുറയിലും വൃക്കയിൽ കല്ലിന്റെ പ്രശ്നം വരാൻ സാധ്യത കൂടുതലാണ്. ഒരു തവണ വന്നവർക്ക് വീണ്ടും അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റിയാലും ഇത് പ്രത്യക്ഷപ്പെടും. ഉപ്പ് അടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നതും സമയത്ത് മൂത്രമൊഴിക്കാത്തതും കല്ലുകളുണ്ടാകും. മൂത്രവാഹിനിയിലൂടെയുള്ള കല്ലിന്റെ സഞ്ചാരം അനുസരിച്ച് വേദനയുടെ സ്ഥലവും മാറിക്കൊണ്ടിരിക്കും. മൂത്രസഞ്ചിയിൽ കല്ലുള്ളവർക്ക് മൂത്രമൊഴിക്കാൻ തടസ്സം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണമെന്ന തോന്നൽ എന്നിവയുണ്ടാവും. മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ, രക്തം കലർന്ന മൂത്രം, മൂത്രത്തിന് ദുർഗന്ധം, മൂത്രത്തിന്റെ അളവ് കുറയുക, പനിയും വിറയലും ഓക്കാനവും ഛർദിയും മുതലായവയാണ് മറ്റു ലക്ഷണങ്ങൾ. ചില കല്ലുകൾ പ്രത്യേകിച്ച് ഒരു ലക്ഷണവും പ്രകടിപ്പിക്കില്ല. ഏകദേശം 2 മില്ലിമീറ്റർ മുതൽ 5 സെന്റിമീറ്റർ വരെ വലിപ്പത്തിൽ കല്ലുകളുണ്ടാവാം. ഇതിന്റെ രോഗനിർണയത്തിന് വ്യത്യസ്ത പരിശോധനകളുണ്ട്. മൂത്രം പരിശോധിക്കുന്നതാണ് ആദ്യത്തേത്. മൂത്രത്തിന്റെ pH പരിശോധിച്ചാൽ ഏത് കല്ലാണെന്ന് അറിയാനാവും. മൂത്രത്തിൽ അണുക്കളുണ്ടോ എന്നറിയാനും പരിശോധന സഹായിക്കും. രക്തപരിശോധനയാണ് മറ്റൊന്ന്. കിഡ്നിയുടെ പ്രവർത്തനം അറിയാനാണ് രക്തം പരിശോധിക്കുന്നത്. കല്ലിന്റെ വലിപ്പവും സ്ഥാനവും നിർണ്ണയിക്കാൻ എക്സ്റേ, സ്കാൻ തുടങ്ങിയ ഇമേജിംഗ് ടെസ്റ്റുകൾ സഹായിക്കും. നിലവിൽ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നത് CT സ്കാനാണ്. എക്സ്റേയിൽ കാണാൻ പറ്റാത്ത കല്ലുകൾ കാണാനും യഥാർത്ഥ സ്ഥാനം നിർണ്ണയിക്കാനും സാധിക്കുമെന്നതാണ് മെച്ചം. മൂത്രത്തിൽ കല്ലുള്ള രോഗികൾക്ക് വേദന കുറയാനുള്ള മരുന്നാണ് ആദ്യം നൽകുക. സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ കുത്തിവെപ്പ് നൽകും. ഛർദി കൂടുതലായ ചില രോഗികൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും BP കുറയുകയും ചെയ്യാറുണ്ട്. ഇവർക്ക് ഗ്ലൂക്കോസും മറ്റും നൽകും. പിന്നീട് കല്ലിന്റെ വലിപ്പവും സ്ഥാനവും നിർണ്ണയിച്ച ശേഷം അനുയോജ്യമായ ചികിത്സ നിശ്ചയിക്കും. നിങ്ങളുടെ ഇത്തരം സംശയങ്ങൾ ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ID ask@drmims.com. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. താങ്ക് യു.